പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ബിഗി എന്ന് പറയുന്ന സൂപ്പർ സ്റ്റാറിനെ സംബന്ധിച്ചാണ്. ഇപ്പോൾ പ്രൊഫഷണൽ റെസ്ലിംഗിൽ ആക്റ്റീവ് അല്ലെങ്കിൽ കൂടിയും WWE കമ്പനിയുടെ ഒരു അനലിസ്റ്റ് എന്നുള്ള രീതിയിൽ പ്രീമിയം ലൈവ് ഇവൻറ്റ്സ് ഷോസ് ആരംഭിക്കുന്നതിന് മുൻപുള്ള കിക്ക് ഓഫ് ഷോയിൽ കൗണ്ട് ഡൗൺ ഷോയിലൊക്കെ ബിഗി ആക്റ്റീവാണ്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ മത്സരങ്ങളെ സംബന്ധിച്ചും സെഗ്മെൻറ്റിനെ സംബന്ധിച്ചും സോഷ്യൽ മീഡിയയിലാണെങ്കിലും ഈ പ്രോഗ്രാമിലാണെങ്കിലും ബിഗി വ്യക്തമായി പങ്കുവെക്കാറുണ്ട്. ന്യൂ ഡേ ടീം WWE വിടാനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയതും അവർ കമ്പനി വിട്ടതും ബിഗിയുടെ സ്റ്റാറ്റസ് എന്തായിരിക്കും എന്നുള്ളൊരു ചോദ്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. നിലവിൽ റസ്ൽ വോട്സ് എന്ന് പറയുന്ന ട്വിറ്റർ ഹാൻഡിൽ ലേറ്റസ്റ്റ് പോഡ്കാസ്റ്റിൽ പങ്കുവെക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ച് ബിഗി ഒരു കാരണവശാലും കമ്പനി വിടാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല അല്ലെങ്കിൽ എത്താൻ പോകുന്നില്ല എന്നാണ് റസ്ൽ വോട്സ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു അനലിസ്റ്റ് എന്ന രീതിയിൽ തന്നെ കാര്യങ്ങൾ വിശകലനം ചെയ്യുന്ന ഒരു റോളിൽ തന്നെ ബിഗി മുന്നോട്ടേക്ക് പോകുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബിഗി എന്തായാലും റസ്ലിംഗ് റിങ്ങിലേക്ക് റിട്ടേൺ ചെയ്യില്ല എന്നുള്ളത് ബിഗി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അത്രയും വലിയ അപകടകരമായിട്ടുള്ള ഒരു ഇഞ്ചുറി ആയിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ബിഗിയുടെ കഴുത്തിന് ഏറ്റത്. ആ ഒരു ഇഞ്ചുറി കാരണം ഇപ്പോൾ വർഷങ്ങളായിട്ട് ബിഗി റസ്ലിംഗ് റിങ്ങിൽ നിന്ന് മാറി നിൽക്കുകയാണ്. അപ്പോൾ റസ്ലിംഗ് റിട്ടേൺ ഒന്നും ബിഗിയുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കേണ്ട. പക്ഷേ WWE എന്ന് പറയുന്ന കമ്പനി വിടാനുള്ള യാതൊരുവിധ തീരുമാനവും ബിഗിയുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കേണ്ട എന്നുള്ളൊരു അപ്ഡേറ്റ് ആണ് അറിയാൻ സാധിക്കുന്നത്. രണ്ടാമത്തെയും അവസാനത്തുമായിട്ടുള്ള അപ്ഡേറ്റ് സാക്ഷാൽ ദ ബീസ്റ്റ് ബ്രോക്ക് ലെസ്നറിനെ സംബന്ധിച്ചാണ്. റെസ്ൽമേനിയ 42 നമ്മൾ എല്ലാ ആരാധകരെയും ഞെട്ടിച്ചുകൊണ്ട് ബ്രോക്ക് ലെസ്നറിൻ്റെ റിട്ടയർമെൻറ്റ് പ്രഖ്യാപനം അത് വളരെ ഷോക്കിംഗ് ആയിരുന്നു. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു. വളരെ സർപ്രൈസ് ആയിരുന്നു. ഈ അപ്രതീക്ഷിതമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിരമിക്കൽ പ്രഖ്യാപനം കുറേയധികം ചോദ്യങ്ങളിലേക്കാണ് കൊണ്ടുപോയത്. എന്തുകൊണ്ടാണ് മുൻകൂട്ടി ബ്രോക്ക് ലെസ്നർ ഒരു റിട്ടയർമെൻറ്റ് മാച്ചാണെന്ന് പറയാതെ ഇത്തരത്തിലുള്ള ഒരു ഭാഗങ്ങളിലേക്ക് എത്തിയത് എന്നുള്ളത് പലരും ചിന്തിച്ചു. ചിലർ സമ്മർസ്ലാം 2026 നടക്കുന്നത് ബ്രോക്ക് ലെസ്നറിൻ്റെ ജന്മനാട്ടിലായതുകൊണ്ട് തന്നെ ബ്രോക്കിൻ്റെ ഒരു റിട്ടേൺ അവർ കാണിക്കും. അതുകൊണ്ടാണ് മുൻകൂട്ടി ഇതൊരു റിട്ടയർമെൻറ്റ് മാച്ച് എന്നുള്ളൊരു ഹൈപ്പ് കൊടുക്കാതെ കൊണ്ടുവന്നത്. അപ്പോൾ ഈ റെസ്ൽമേനിയ മത്സരത്തിൽ പരാജയപ്പെട്ടതിന് ശേഷം സമ്മർസ്ലാം വരെ ബ്രോക്കിനെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റിട്ടയർമെൻറ്റ് എന്നുള്ളൊരു സ്റ്റോറി അല്ലെങ്കിൽ വിരമിക്കലു എന്നുള്ളൊരു സ്റ്റോറി ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്നൊക്കെ വിശ്വസിക്കുന്ന കൂട്ടുകാരുണ്ട്. അവർക്ക് കുറച്ചും കൂടി നിരാശ നൽകുന്ന ഒരു അപ്ഡേറ്റ് ആണ് ഇനി പങ്കുവെക്കാനുള്ളത്. നിലവിൽ WWE അലുമിനി സെക്ഷനിലേക്ക് ബ്രോക്ക് ലെസ്നറിൻ്റെ പ്രൊഫൈൽ മാറ്റിയിട്ടുണ്ട്. അതായത് ഒരു ബ്രാൻഡിൻ്റെയും ഭാഗമല്ലാത്ത, കമ്പനിയിൽ യാതൊരുവിധ ഒരു റോളുമില്ലാത്ത, ഒരു കോൺട്രാക്റ്റിൽ പോലും ഇല്ലാത്ത, നിലവിൽ കമ്പനിയുടെ റോസ്റ്ററിൻ്റെ ഭാഗമല്ലാത്ത ആ ആളുകളെ ഉൾപ്പെടുത്തുന്ന സെക്ഷനാണ് അലുമിനി സെക്ഷൻ എന്ന് പറയുന്നത്. ആ ഒരു സെക്ഷനിലേക്ക് ബ്രോക്കിൻ്റെ പ്രൊഫൈൽ മാറ്റിയിരിക്കുന്നു. അപ്പോൾ ബ്രോക്ക് നിലവിൽ കമ്പനിയിൽ ഇല്ല എന്നുള്ളത് WWE തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കമ്പനി വിട്ടു പോകുന്നവരുടെ അല്ലെങ്കിൽ കമ്പനിയിൽ ആക്റ്റീവ് അല്ലാത്ത നിൽക്കുന്ന റെസ്ലേഴ്സിൻ്റെയൊക്കെ ഒരു പ്രൊഫൈലാണ് ഇപ്പോൾ ഇത്തരത്തിൽ അലുമിനി സെക്ഷനിലേക്ക് കൊണ്ടുപോകാനുള്ളത്. ആ ഒരു കൂട്ടത്തിലേക്ക് ഇപ്പോൾ ബ്രോക്കിൻ്റെ പ്രൊഫൈലും മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ്. അപ്പോൾ ബ്രോക്കിൻ്റെ റിട്ടേൺ സമ്മർ സ്ലാമിനോട് അനുബന്ധിച്ച് കാത്തിരിക്കുന്ന കൂട്ടുകാരെ സംബന്ധിച്ച് ഇതൊരു വളരെ നിരാശപ്പെടുത്തുന്ന ഒരു അപ്ഡേറ്റ് ആണ്. ഇനി ഇതും സ്റ്റോറി ലൈൻ്റെ ഭാഗമാണോ എന്ന് ചോദിക്കുമ്പോൾ നെവർ സേ നെവർ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന അപ്ഡേറ്റ്സ്. നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണുന്നത് വരെ ബൈ.